Welcome to Plus One Exam Package, Part 17. Questions from Dynamics. First one. A block of mass is suspended by a cord A from the ceiling and another cord B is attached to the bottom of the block. If you give a sudden jerk to B, it will break. But if you pull on B steadily, A will break. Explain. ബ്ലോക്ക് ഇത് സീലിംഗിൽ നിന്ന് എ എന്ന് പറയുന്ന ഒരു ത്രെഡ് ഉപയോഗിച്ച് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ ചുവട്ടിൽ നിന്നും ബി എന്ന് പറയുന്ന മറ്റൊരു ത്രെഡുണ്ട്, കോഡുണ്ട്. ഇതിലൊരു ജർക്ക് കൊടുത്താൽ, പെട്ടെന്നൊരു ജർക്ക് കൊടുത്താൽ ബി ബ്രേക്ക് ചെയ്യും. പക്ഷെ സ്റ്റഡി ആയിട്ട് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ എ ബ്രേക്ക് ചെയ്യും. എന്താ കാര്യം? ഇവിടെ ടൈം ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ദി ഫോഴ്സ് ആണ് പ്രശ്നം. ഒരു ജർക്ക് കൊടുക്കുമ്പോൾ, സഡൻ ജർക്ക് കൊടുക്കുമ്പോൾ ഈ ഫോഴ്സ് മറ്റു ഭാഗത്തേക്ക് പോകുന്നതിനുള്ള സമയം കിട്ടില്ല. അപ്പോൾ അടുത്ത് ഫോഴ്സ് പോയിൻ്റ് ഓഫ് ആപ്ലിക്കേഷൻ അടുത്തുള്ള ഭാഗം എവിടെയെങ്കിലും ആയിരിക്കും ബ്രേക്ക് ചെയ്യും. അതാണ് സ്ട്രിങ് ബി ആദ്യം പൊട്ടുന്നത്, ഈ ജർക്ക് ചെയ്യുമ്പോൾ. സ്റ്റഡി ഫോഴ്സ് കൊടുക്കുമ്പോൾ സമയം ആവശ്യത്തിനുണ്ട്, ഫോഴ്സ് അപ്പർ പാർട്ടിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടും. സോ എ വിൽ ബ്രേക്ക്. സോ വെൻ ജർക്ക് ഈസ് ഗിവൺ, there is no time for the force to transmit to other parts, distant parts, so that B will break. If a steady force is applied, there is enough time for the force to transmit to the upper part of the system and A will break. ഇതാണ് എൻ്റെ ആൻസർ. ഇത് തന്നെ നമുക്ക് കാണാം. ചെറിയ ഒരു കല്ലെടുത്തിട്ട് ഒരു വിൻഡോ ഗ്ലാസ്സിലോട്ട് ചെറിയ സ്പീഡിൽ എറിഞ്ഞാൽ ഇത് മൊത്തത്തോടൊന്ന് വിരിച്ചിൽ വീഴും, ക്രാക്സ് വീഴും. പക്ഷേ ഒരു ഹൈ സ്പീഡ് ബുള്ളറ്റ് വന്ന് സ്ട്രൈക്ക് ചെയ്താൽ, ഒരു ഹോളുണ്ടാക്കി ഇത് പിയേഴ്സ് ചെയ്താകുമ്പോൾ മറ്റു ഭാഗങ്ങളിൽ ക്രാക്സ് വീഴില്ല. ഇത് തന്നെയാണ് സംഭവം. ചെറിയ സ്പീഡിൽ എറിയുന്ന കല്ലാകുമ്പോൾ അതിന് സമയം കിട്ടും. ഈ ഗ്ലാസ്സിൽ ചെല്ലുന്ന ഫോഴ്സ് മറ്റു ഭാഗത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടും, മറ്റു ഭാഗങ്ങളിൽ അഫക്റ്റഡ് ആകും. പക്ഷേ ഫാസ്റ്റ് മൂവിങ് ബുള്ളറ്റ് ആകുമ്പോൾ ദർ ഈസ് നോ ടൈം ഫോർ ട്രാൻസ്മിഷൻ ഓഫ് ദി ഫോഴ്സ് ടു അതർ പാർട്സ് ഓഫ് ദി ഗ്ലാസ് പെയിൻ. അതുകൊണ്ട് ഇറ്റ് വിൽ പുട്ട് എ ഹോൾ ആൻഡ് പിയേഴ്സ് ത്രൂ ദി ഗ്ലാസ് പെയിൻ. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇത് ബോധം തലയിൽ കൂടെ പോവുക. നെക്സ്റ്റ്, 2 10 kilogram blocks are attached to a spring balance. Does it read 0 kilogram, 10 kilogram, 20 kilogram, or give some other readings? ഇതാണ് സ്പ്രിംഗ് ബാലൻസ്. ഇവിടെ ഒരു 10 kg, ഇവിടെ 10 kilogram സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. 2 പുള്ളി. സ്പ്രിംഗ് ബാലൻസിലെ റീഡിങ് 0, 10 kg, 20 kg അല്ലെ മറ്റെന്തെങ്കിലും റീഡിങ് ആണോ? ഇവിടെ ഇതിൻ്റെ വെയിറ്റ് അതിന് തുല്യമായിട്ടുള്ള ടെൻഷനാണ് ഇവിടെ വരുന്നത്. അപ്പോൾ
10 കിലോഗ്രാം ഫോഴ്സ് ആണ് ഇതിൻ്റെ വെയിറ്റ്. അതേ ടെൻഷനാണ് ഇവിടെ വരുന്നത്, കാരണം ഇത് ഇക്വിലിബ്രിയത്തിൽ നിൽക്കുക. അപ്പോൾ ഇവിടെ ടെൻഷൻ ടി, ഈ ടെൻഷൻ ടി. അപ്പോൾ സ്പ്രിങ്ങിൽ ചെല്ലുന്ന ടെൻഷൻ 10 കിലോഗ്രാമാണ്, ഇവിടെയും 10 കിലോഗ്രാം. അപ്പോൾ ഇത് കാണിക്കുന്ന റീഡിങ് 10 കിലോഗ്രാമാണ് കാണിക്കുക. അത് 20 കിലോഗ്രാം കാണിക്കുന്നു എന്നിരിക്കട്ടെ. അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ 20 കിലോഗ്രാം വരും, ഇവിടെ 10 കിലോഗ്രാം ഇതിൻ്റെ വെയിറ്റ് ഉള്ളൂ. അപ്പോൾ ഇത് മുകളിലോട്ട് ഉയരണം, ഇതും മുകളിലോട്ട് ഉയരണം. നടക്കുന്ന കാര്യമല്ലല്ലോ. 0 ആകാൻ പറ്റില്ല. 0 ആയിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ടെൻഷൻ 0 എന്നാണ് അർത്ഥം. അപ്പോൾ വെയിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് താഴോട്ടിച്ചും പോരണം. അത് നടക്കില്ലേ. സിസ്റ്റം ഇക്വിലിബ്രിയത്തിലായതുകൊണ്ട് ഇത് 10 കിലോഗ്രാമേ റീഡ് ചെയ്യൂ. 20 ആവില്ല, 0യും ആവില്ല, മറ്റ് റീഡിംഗ് ഒന്നും ആവില്ല. ദർ ഈസ് 10 കിലോഗ്രാം റീഡിംഗ്. Reading is 10 kilogram. Another one. Let the only forces acting on two bodies of masses m1 and m2 be their mutual attraction. If both bodies start from rest, find the ratio of distances traveled by them S1 by S2. രണ്ട് ഓബ്ജക്ട്സ് പരസ്പരം അട്രാക്റ്റ് ചെയ്യുന്ന ഫോഴ്സേ രംഗത്തുള്ളൂ എങ്കിൽ ഇനിഷ്യൽ റസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ ഈ രണ്ട് വസ്തുക്കളും സഞ്ചരിച്ച ദൂരങ്ങൾ തമ്മിലുള്ള റേഷ്യോ എത്രയാണെന്നാണ് ചോദ്യം. ഇവിടെ മറ്റ് എക്സ്റ്റേണൽ ഫോഴ്സസ് ഒന്നുമില്ല. ഇവർ പരസ്പരമുള്ള ഫോഴ്സേ ഉള്ളൂ. അത് ഇൻറ്റേർണൽ ഫോഴ്സാണ്. ഫസ്റ്റ് ബോഡി സെക്കൻഡ് ബോഡി അട്രാക്റ്റ് ചെയ്യും വിത്ത് എ ഫോഴ്സ് F1 അല്ലെ F2. സെക്കൻഡ് ബോഡി ഫസ്റ്റ് ബോഡി അട്രാക്റ്റ് ചെയ്യും വിത്ത് ഫോഴ്സ് F1. These two must be equal and opposite according to Newton's third law. So F1 must be equal to minus of F2. F1 എന്ന് പറയുമ്പോൾ M1A1 must be equal to minus M2A2. So that A1 by A2 equals M2 minus M2 by M1. ഇനി S ഈക്വൽസ് ut പ്ലസ് ഹാഫ് AT സ്ക്വയർ എന്നാണ്. ഇവിടെ റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പറയുമ്പോൾ U0 അപ്പോൾ S ഈക്വൽസ് ഹാഫ് AT സ്ക്വയർ. അപ്പോൾ S1 എന്ന് പറഞ്ഞാൽ ഹാഫ് AT സ്ക്വയർ, A1 T സ്ക്വയർ ഡിവൈഡഡ് ബൈ S1 ബൈ S2. S2 ഈസ് ഹാഫ് A2 T സ്ക്വയർ. ഹാഫ് T സ്ക്വയർ അങ്ങ് വീട്ടിൽ പോകുമ്പോൾ A1 ബൈ A2 എന്ന് കിട്ടും. A1 ബൈ A2 ഈസ് minus M2 by M1. That means S1 by S2 equals minus M2 by M1. That is the answer. Next one. A man walks up an escalator in 90 seconds, when he stands on the escalator and it moves, he is carried up in 60 seconds, 60. How much time would it take him to walk up the moving escalator? ആദ്യ എസ്കലേറ്റർ ട്രസ്റ്റില്ല, ഒരു തന്നെ അത് നടന്ന് കയറുക, പടി ചവിട്ടി കയറുക. അപ്പോൾ മുകളിലെത്താൻ 90 സെക്കൻഡ് എടുക്കും. അത് കഴിഞ്ഞ് എസ്കലേറ്റർ മാത്രം മൂവ് ചെയ്യുന്നു. അയാൾ ഏതെങ്കിലും ഒരു സ്റ്റെപ്പിൽ നിൽക്കുന്നു. അയാളെ കൊണ്ട് എസ്കലേറ്റർ ഹൈറ്റിൽ ചെല്ലാൻ, ടോപ്പിൽ ചെല്ലാൻ 60 സെക്കൻഡ് എടുക്കും. എങ്കിൽ എസ്കലേറ്റർ മൂവ് ചെയ്യുകയും
ഇയാൾ നടക്കുകയും കൂടെ ചെയ്താൽ എത്ര സമയം കൊണ്ട് അയാൾ മുകളിലെത്തുമെന്നുള്ള ചോദ്യം. അപ്പോൾ അയാൾ നടക്കുമ്പോൾ എടുക്കുന്ന സ്പീഡ്, എസ്കലേറ്റർ അറ്റ് അയാൾ നടന്ന് കയറുന്നു എങ്കിൽ അപ്പോൾ അയാളുടെ സ്പീഡ് v1 എന്നിരിക്കട്ടെ, എസ്കലേറ്ററിൻ്റെ ലെങ്ത് L എന്ന് ഇരിക്കട്ടെ. ദെൻ v1 ഈക്വൽസ് ഡിസ്റ്റൻസ് ബൈ ടൈം L1/90. ഇനി അയാൾ നിൽക്കുകയും എസ്കലേറ്റർ മാത്രം മൂവ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ വെലോസിറ്റി എസ്കലേറ്ററിൻ്റെ v2 എന്നിരിക്കട്ടെ, അതിനെടുത്ത സമയം 60 സെക്കൻഡാണ്. അപ്പോൾ v2 ഈക്വൽസ് L/60. എങ്കിൽ അയാൾ നടക്കുകയും എസ്കലേറ്റർ മൂവ് ചെയ്യുകയും കൂടെ ചെയ്യുമ്പോൾ ടോട്ടൽ വെലോസിറ്റി, റിസൾട്ടൻ്റ് വെലോസിറ്റി അവിടെ ഈ v1 + v2 ആണ്. ഡിസ്റ്റൻസ് L തന്നെ. അപ്പോൾ ഇപ്പോൾ എടുക്കുന്ന സമയം t ഈക്വൽസ് L/90 + L/60. L വെട്ടിപ്പോകുമല്ലോ, പോയിട്ട് 1/1/90 + 1/60. That is, simplify 90 × 60/90 + 60, or that is 36 seconds. 36 seconds. That is the answer. Next one. A man can row a boat 20 meters per second in still water. If he is crossing a river flowing at 10 meters per second, in what direction will his boat be headed if he wants to reach a point directly opposite his starting point? സ്റ്റിൽ വാട്ടറിൽ അയാളുടെ വെലോസിറ്റി 20 meters per second എന്ന് പറഞ്ഞാൽ അയാൾ നീന്തുന്ന ബോട്ടിൻ്റെ സ്പീഡ് 20 meters per second. വെള്ളം ഒഴുകുന്ന സ്പീഡ്, റിവറിലെ സ്പീഡ് 10 meters per second. എങ്കിൽ റിവറിൻ്റെ ഒരു ബാങ്കിൽ നിന്നും നേരെ എതിരെയുള്ള പോയിന്റിൽ എത്തിച്ചേരാൻ അയാൾ ഏത് ഡയറക്ഷനിൽ ബോട്ട് ഓടിക്കണം? ഇതാ സ്റ്റാർട്ടിങ് പോയിന്റ് എന്നിരിക്കട്ടെ. ഇങ്ങോട്ട് ബോട്ട്, വാട്ടർ ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നു. ഇങ്ങനെ ബോട്ട് പോകണം എങ്കിൽ അപ്പ് സ്ട്രീമായിട്ട് വേണം ബോട്ട് ഓടിക്കാൻ. കാരണം ഒഴുക്കുകളെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട് ബോട്ട്. അപ്പോൾ ഈ ഡയറക്ഷൻ AB, ഈ ഡയറക്ഷനിൽ ബോട്ട് ഹെഡ് ചെയ്യണം. ഇത് റിവർ വെലോസിറ്റി, ഇത് റിസൾട്ടൻ്റായിട്ട് വരും. നോക്കിയാൽ റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഡയഗണലല്ല, ആരോ നോക്കണം. ABBC ആരോ കണ്ടില്ലേ? AB + BC = AC. അപ്പോൾ ഇതാ ഇവിടുത്തെ റിസൾട്ടൻ്റ്. ഈ റിസൾട്ടൻ്റ് ഇങ്ങനെ വരണം, നേരെ സ്റ്റാർട്ടിങ് പോയിൻ്റ് നേരെ എതിരെ അക്കരെ എത്തിച്ചേരണം. ഇതിനാവശ്യമായ തീറ്റ ചോദിച്ചിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ സൈൻ തീറ്റ കണ്ടുപിടിച്ചാൽ മതിയല്ലോ. സൈൻ തീറ്റ ഈക്വൽസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. ഓ ദറ്റ് ഈസ് 10/20. Or theta is sin theta, that is 1/2, or that means theta equals 30 degree. That is angle. So 30 degree upstream എന്ന് എഴുതാം. ഒഴുക്കിൻ്റെ എതിരെ തീറ്റ ഡിഗ്രി ചരിഞ്ഞു. ഇത് ചോദ്യം തന്നെ മറ്റൊരു ഭാഗമായിട്ട് വയ്ക്കും. ഇഫ് ദി റിവർ ഈസ് 6 kilometers wide, how long will it take him
to cross the river. അപ്പോൾ എത്ര സമയം കൊണ്ട് ഇവിടെ എത്തിച്ചേരും? റിവറിൻ്റെ വിഡ്ത്ത് 6 കിലോമീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ 20 കിലോമീറ്ററിൻ്റെ ഈ ഡയറക്ഷനിലുള്ള വെലോസിറ്റി എത്രയാണെന്ന് കാണണം. That is velocity component of 20 meter per second in this direction. ഇതിപ്പോൾ ഈ ഡയറക്ഷനിലാണ് സഞ്ചരിക്കുന്നത്. ഇങ്ങോട്ടാണ് സ്റ്റീർ ചെയ്തിരിക്കുന്നെങ്കിലും ഈ ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പോൾ ഈ ഡയറക്ഷനിലുള്ള വെലോസിറ്റി കാണണം. ദറ്റ് ഈസ് 20 cos 30. Cos theta is AC by AB, so that AC equals AB cos theta. അപ്പോൾ വെലോസിറ്റി അല്ല റിസൾട്ടൻ്റ് വെലോസിറ്റി AC ഈക്വൽസ് AB cos theta, that is 20 into cos 30 equals 20 into cos 30 is root 3 by 2, that means 10 root 2 meter per second. Again, time is distance by velocity. Distance is 6 kilometer. River width, that is 6,000 meter by 10 root 2, root 3, or that is 600 by root 3 meter per, seconds. അതേ ചോദ്യം തന്നെ മറ്റൊരു രീതിയിൽ. ഇൻ വാട്ട് ഡയറക്ഷൻ ഷുഡ് ഹി ഹെഡ് ദി ബോട്ട് ഇഫ് ഹി വാണ്ട്സ് ടു ക്രോസ് ദി റിവർ ഇൻ ദി സ്മോളസ്റ്റ് പോസിബിൾ ടൈം? In the smallest possible time. എത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഇയാൾ റിവറിൻ്റെ മറുകരയിൽ ചെല്ലണമെങ്കിൽ ഏത് ഡയറക്ഷനിൽ ബോട്ട് ഓടിക്കണം? ഇപ്പോൾ ഈ ഏതായാലും ഒഴുക്കിൻ്റെ ഹെൽപ്പും കൂടെ കിട്ടണം പെട്ടെന്നൊക്കെ എത്തണമെങ്കിൽ. അപ്പോൾ ഒഴുക്കിൻ്റെ ഡയറക്ഷനിൽ ഏതോ ഒരു സെൻസിലേക്ക് ബോട്ട് ഓടിക്കുന്നതായിരിക്കട്ടെ. ലെറ്റ് ഇറ്റ് ബി തീറ്റ. എങ്കിൽ ഈ 20യുടെ കമ്പോണൻ്റ് എടുത്ത് ഈ കമ്പോണൻ്റ് ഇങ്ങോട്ടല്ലേ ബോട്ട് അക്കരയ്ക്ക് പോകണമെങ്കിൽ ഈ വെർട്ടിക്കൽ ഈ നോർമൽ കമ്പോണൻ്റ് എടുക്കുക, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത്. അപ്പോൾ തീറ്റ ഇത് കോസ് കമ്പോണൻ്റ്, അപ്പോൾ ഇത് സൈൻ കമ്പോണൻ്റ്. 20 സൈൻ തീറ്റ. അക്കരെ എത്താൻ എടുക്കുന്ന ഷോർട്ടസ്റ്റ് ടൈമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാ ക്രോസ് ചെയ്യുമ്പോൾ ഉള്ള വെലോസിറ്റി, ക്രോസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന വെലോസിറ്റി 20 സൈൻ തീറ്റയാണ്. എങ്കിൽ T ഈക്വൽസ് റിവറിൻ്റെ വിഡ്ത്ത് D ഡിവൈഡഡ് ബൈ 20 സൈൻ തീറ്റ ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി. ഫോർ T ടു ബി മിനിമം, T മിനിമം ആയിരിക്കണമെന്ന് പറയുന്നുണ്ട്. ആ T മിനിമം ആയിരിക്കണമെങ്കിൽ സൈൻ തീറ്റ മാക്സിമം ആയിരിക്കണം. ഡിനോമിനേറ്റർ കൂടുമ്പോഴല്ലേ ഫ്രാക്ഷൻ ചെറുതാവുന്നത്. സൈൻ തീറ്റയുടെ മാക്സിമം വാല്യൂ 1 ആണ്. സൈൻ തീറ്റ 1 ആകണമെങ്കിൽ തീറ്റ ഷുഡ് ബി 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഈ തീറ്റ 90 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ നേരെ റിവർ ഫ്ലോയ്ക്ക് പെർപെൻഡിക്കുലറായിട്ട് ബോട്ട് ഓടിക്കണം. എങ്കിലേ ഇങ്ങനെ ചരിഞ്ഞേ പോകൂ. പക്ഷേ ഇനിഷ്യൽ ഈ ഡയറക്ഷനിൽ വേണം ബോട്ട് ഓടിക്കാൻ. എന്നാൽ കിട്ടിയത് തീറ്റ 90 എന്നല്ലേ കിട്ടിയത്. സോ ഇത് ഓർത്തിരിക്കുക. എപ്പോഴും ഷോർട്ടസ്റ്റ് ടൈം എന്ന് പറയുമ്പോൾ റിവർ ഫ്ലോയ്ക്ക് പെർപെൻഡിക്കുലറായിട്ട് വേണം ബോട്ട് ഓടിക്കാൻ. ഷോർട്ടസ്റ്റ് ടൈം ചോദിച്ചാൽ, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ചോദിച്ചാൽ ഒഴുക്കിനെതിരെ ഒരു ആംഗിളിൽ ചരിച്ച് വിടണം. അത് ശ്രദ്ധിച്ചുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ബാക്കി നമ്മൾ അടുത്ത പോസ്റ്റിങ്ങിൽ കാണും.
താങ്ക് യു.